അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പാർക്കിംഗ് കോൺഫിഗറേഷനാണ്. ഓക്കെ, എന്താണ് പാർക്കിംഗ് കോൺഫിഗറേഷൻ? അതായത് ഇതാണ് നമ്മുടെ ഒരു ടെർമിനൽ ബിൽഡിംഗ്. ഈ ടെർമിനൽ ബിൽഡിങ്ങിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എൻ്റെ എയർക്രാഫ്റ്റിനെ ഏതൊക്കെ രീതിയിൽ എനിക്ക് പാർക്ക് ചെയ്യാം, അതാണ് പാർക്കിംഗ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് ഇതാണ് എൻ്റെ ടെർമിനൽ ബിൽഡിംഗ്. ആൻഡ് ഈ ടെർമിനൽ ബിൽഡിങ്ങിന് പാരലായിട്ടാണ് ഞാൻ എൻ്റെ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഏതാണെങ്കിലും ആവാം. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാരലൽ പാർക്കിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ഈ ഒരു എഡ്ജിനെ വിളിക്കുന്ന പേരാണ് നോസ്. എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു എഡ്ജിനെ വിളിക്കുന്ന പേരാണ് നോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ നോസ് നമ്മുടെ ടെർമിനൽ ബിൽഡിങ്ങിനോട്ട് പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നോസ് ഇൻ പാർക്കിംഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോസ് ഇൻ പാർക്കിംഗ്. ഓക്കെ, ഇനി ഞാൻ അതിനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അതായത് നോസ് എന്ന് പറയുന്നത് ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ്, ബട്ട് ഒരു ആംഗിൾ ഉണ്ടല്ലേ. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആംഗിൾഡ് നോസ് ഇൻ പാർക്കിംഗ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ആംഗിൾഡ് നോസ് ഇൻ പാർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇനി നോസ് ഔട്ട് എന്തായിരിക്കും? നോസ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് അതിൻ്റെ നോസ് വരുന്നത്. എയർക്രാഫ്റ്റിൻ്റെ നോസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോസ് ഔട്ട് പാർക്കിംഗ് എന്ന് വരും. അതിലും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൈൻഡ് ആയിട്ട് പാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻക്ലൈൻഡ് നോസ് ഔട്ട് പാർക്കിംഗ് എന്ന് വിളിക്കാം. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നോസ് ഇൻ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പാർക്കിംഗ് സ്പേസിൽ, അതായത് ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ് ഇരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ എയർക്രാഫ്റ്റ് ഇരിക്കുന്നത്. സോ ആ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ പവറിൽ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് പോകുന്നു. ബട്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ പുള്ളി ചെയ്തുകൊണ്ടാണ് വരുന്നത്. അത് ടോഡ് ഔട്ട്, വലിച്ചു കെട്ടിയാണ് കൊണ്ടുവരുന്നത് പുറത്തേക്ക്. അങ്ങനത്തെ പാർക്കിംഗ് ആണ് എന്നുള്ള നോസ് ഇൻ പാർക്കിംഗ്. അകത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ സ്വന്തം പവർ കൊണ്ട് കയറിപ്പോവും. പക്ഷെ പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ടോഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ലോവർ നോയ്സ് ലെവൽ, അതായത് ഇതിൻ്റെ എൻജിൻ വരുന്നത് ഈ ഭാഗത്തല്ലേ. സോ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോയ്സ് അധികം ഉണ്ടാവും ഇല്ല. ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ലെവൽ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഗേറ്റ് ഏരിയ, അതായത് നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഒക്കെ എന്തുണ്ടാകും? ഗേറ്റ് ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഈ ഗേറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോവസ്റ്റ് ആയിരിക്കും. ഓക്കെ, സ്മോളസ്റ്റ് ഗേറ്റ് ഏരിയ. ആൻഡ് നോ ജെറ്റ് ബ്ലാസ്റ്റ് ടുവേർഡ്സ് ടെർമിനൽ ബിൽഡിംഗ് അല്ലേ. ജെറ്റ് ബ്ലാസ്റ്റ് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ടെയിൽ എൻഡിലാണ് വരുന്നത്. സോ അവിടെയാണ് ജെറ്റ് ബ്ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടോ? ഇല്ല. യൂസസ് ഓൺലി ഫ്രണ്ട് ഡോർ. അപ്പോൾ ഇവിടെ നിന്നും ഈ ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്നും ഈ എയർക്രാഫ്റ്റിലേക്ക് കയറാൻ വരുന്ന ആൾക്കാർ ഈ ഒരു ഫ്രണ്ട് ഡോർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നടന്ന് ഏറ്റവും ബാക്കിൽ വരണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫ്രണ്ട് ഡോർ വഴിയാണ് ആൾക്കാർ കയറുന്നത്. ഓക്കെ, ഇനി ആംഗിൾഡ് നോസ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലെന്ത് ചെയ്യണം? മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പാർക്കിംഗ് പൊസിഷൻ അണ്ടർ ഇറ്റ്സ് ഓൺ പവർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും വരുന്നത് അതിൻ്റെ സ്വന്തം ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ സ്വന്തം പവർ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഹയർ നോയ്സ് ലെവലാണ്. മീഡിയം ഗേറ്റ് ഏരിയ, ഇവിടെ എന്താണ്? മീഡിയം ഗേറ്റ് ഏരിയ ആണ്. നോ ജെറ്റ് ബ്ലാസ്റ്റ് ടുവേർഡ്സ് ടെർമിനൽ ബിൽഡിംഗ്. ഈ ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് എന്തില്ല? ജെറ്റ് ബ്ലാസ്റ്റ് വരത്തില്ല. യൂസസ് ഓൺലി ഫ്രണ്ട് ഡോർ. ഇവിടെ എന്ത് തന്നെയാണ്? ഫ്രണ്ട് ഡോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോസ് ഔട്ട് പാർക്കിങ്ങിൽ എവിടെയായിരിക്കും? ഏത് ഡോറായിരിക്കും യൂസ് ചെയ്യുന്നത്? റിയർ എൻഡിലെ ഡോറായിരിക്കും. യൂസസ് ഓൺലി റിയർ ഡോർ മാത്രമായിരിക്കും നോസ് ഔട്ട് പാർക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. സ്മോളസ്റ്റ് ഗേറ്റ് ഏരിയ നോസ് ഔട്ട് പാർക്കിംഗ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് പാർക്ക് ചെയ്തിരുന്നാൽ അവിടെ എന്താണ്? സ്മോളസ്റ്റ് ഗേറ്റ് ഏരിയ ആണ്. ഹയർ നോയ്സ് ലെവൽ ആയിരിക്കും. കാരണം ജെറ്റ് ബ്ലാസ്റ്റ് എവിടെ വരുന്നത്? ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഇനി മൂവ്സ് ഔട്ട് ഓഫ് പാർക്കിംഗ് പൊസിഷൻ അണ്ടർ ഇറ്റ്സ് ഓൺ പവർ. അപ്പോൾ ഇതിൻ്റെ സ്വന്തം പവർ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാർക്കിംഗ് പൊസിഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ആംഗിൾഡ് നോസ് ഔട്ട് പാർക്കിംഗ്. ഇവിടെ എന്ത് തന്നെയാണ്? മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പാർക്കിംഗ് പൊസിഷൻ അണ്ടർ ഇറ്റ്സ് ഓൺ പവർ. ഇവിടെ ഹയർ നോയ്സ് ലെവൽ ഉണ്ട്. മീഡിയം ഗേറ്റ് ഏരിയ ആയിരിക്കും. ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ സൈഡിലേക്കാണ്. റിയർ ഡോർ മാത്രമേ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി പാരലൽ പാർക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിയർ എൻഡിലെയും അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരലൽ പാർക്കിങ്ങിൻ്റെ പ്രത്യേകത യൂസ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഡോർ. ഇനി ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് അതർ എയർക്രാഫ്റ്റ് അല്ലേ. ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ എയർക്രാഫ്റ്റ് കാണും അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കിലായിട്ട് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ലാർജസ്റ്റ് ഗേറ്റ് ഏരിയ ആണ്. ഇങ്ങനെയല്ലേ പാർക്ക് ചെയ്തത്. സോ ലാർജസ്റ്റ് ഗേറ്റ് ഏരിയ, മീഡിയം നോയ്സ് ലെവൽ ആയിരിക്കും. ആൻഡ് മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ പാർക്കിംഗ് പൊസിഷൻ അണ്ടർ ഇറ്റ്സ് ഓൺ പവർ. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 2 3 4 5 5 പാർക്കിംഗ് കോൺഫിഗറേഷൻസ് ആണ് ഉള്ളത്. അടുത്ത് വരുന്നത് വിഷ്വൽ എയ്ഡ്സ് ഇൻ റൺവേ ആണ്. ഓക്കെ, റൺവേയിലെ വിഷ്വൽ എയ്ഡ്സ്.
ഫസ്റ്റ് വരുന്ന മാർക്കിങ്സ്, ഇതാണ് നമ്മുടെ റൺവേ എന്ന് വയ്ക്കുക. ഈ റൺവേയിൽ കുറേ മാർക്കിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റൺവേയിലെ മാർക്കിങ്സ് എല്ലാം വൈറ്റ് കളേർഡ് ആയിരിക്കും. കളർ എന്താണ്? വൈറ്റ് കളേർഡ് ആണ്. റൺവേയിലെ മാർക്കിങ്സ് എല്ലാം എന്താണ്? വൈറ്റ് കളേർഡ് ആണ്. ഓക്കെ, ആ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിൽ ഇങ്ങനെ കുറേ പാരലൽ ലൈൻസ് കാണും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ലൈൻ. അപ്പോൾ ഈ ത്രെഷോൾഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് പാരലൽ ലൈൻസ് വിച്ച് റെപ്രസെൻറ്റ്സ് എഡ്ജ് ഓഫ് റൺവേ. ഓക്കെ, റൺവേയുടെ എഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സീരീസ് ഓഫ് പാരലൽ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൺവേ ത്രെഷോൾഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു 13 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ, അതിന് നമ്മൾ റൺവേ ഡെസിഗ്നേഷൻ എന്ന് വിളിക്കും. അതായത് നമ്പർ റിട്ടേൺ ഓൺ റൺവേ റെപ്രസെൻറ്റ്സ് ആംഗിൾ മെയ്ഡ് ബൈ റൺവേ ടു ദ നോർത്ത് ഡയറക്ഷൻ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നമ്മുടെ ആ ഒരു റൺവേ, ഈ ഒരു റൺവേ എന്താണ്, നമ്മുടെ നോർത്ത് ഡയറക്ഷൻ ഇതാണ്, ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, സപ്പോസ് ഇതാണ് ആ ആംഗിൾ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ആംഗിളിനെയാണ് ഇവിടെ 13 എന്ന നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 13 എന്ന് എഴുതിയിരുന്നാൽ നോർത്തിൽ നിന്നും 130 ഡിഗ്രി മാറിയാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ റൺവേയുടെ അലൈൻമെൻറ്റ് വരുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നോർത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? 130 ഡിഗ്രി മാറിയാണ് എന്ത് ചെയ്യുന്നത്? റൺവേ അലൈൻമെൻറ്റ്. 13 എന്ന് എഴുതിയിരുന്നാൽ അതിൻ്റെ മീനിങ് അതാണ്. ഓക്കെ, നമ്പർ 13 റെപ്രസെൻറ്റ്സ് ആൻ ആംഗിൾ ഓഫ് 130 ഡിഗ്രി ഫ്രം നോർത്ത്. പിന്നെ ഈ റൺവേയിൽ തന്നെ നമ്മൾ RLC എന്നൊക്കെ നമുക്ക് ലെറ്റേഴ്സ് കാണാം. അതായത് നമുക്ക് ഒരുപാട് റൺവേസ് ഉള്ള, പാരലൽ റൺവേസ് ഉള്ള ഒരു എയർപോർട്ടാണെങ്കിൽ അവിടെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ അതൊക്കെ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എയിമിംഗ് പോയിന്റ്സ് കാണാം. ഓക്കെ, ഇതാണ് എയിമിംഗ് പോയിന്റ് ആൻഡ് ദീസ് ആർ ദ ടച്ച് ഡൗൺ സോൺ. ഓക്കെ, അപ്പോൾ എയിമിംഗ് പോയിന്റ്സും ടച്ച് ഡൗൺ സോൺ മാർക്കിങ്സും നമ്മൾ എന്തിനാണ്? ആ ഒരു പൈലറ്റിനെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഗൈഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ടാക്സി വേയും അപ്രോണും മാർക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഏത് കളറിലാണ്? യെല്ലോ കളറാണ്. ടാക്സി വേയിലും അപ്രോണിലും മാർക്കിങ്സ് ഏതാണ്? യെല്ലോ കളർ. റൺവേയിൽ മാർക്കിങ്സ് ഏതാണ്? ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. ടാക്സി വേയിലും അപ്രോണിലും എന്താണ് മാർക്കിങ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്. ഓക്കെ, ഇനി ലൈറ്റിങ് എന്ന് പറയുന്നത് റൺവേ ലൈറ്റിങ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഇൻ കളറാണ്. ഓക്കെ, റൺവേയിലെ ലൈറ്റിംഗ് എല്ലാം വൈറ്റ് കളേർഡ് ആണ്. ഇനി ത്രെഷോൾഡ് ലൈൻസിൻ്റെ അവിടെ നമ്മൾ ഗ്രീൻ കളർ ലൈറ്റാണ് കൊടുക്കുന്നത്, ബട്ട് ദ അതർ എൻഡ് വിൽ ബി റെഡ് കളർ. ഓക്കെ, ദെൻ ടാക്സി വേ എന്ന് പറയുന്നത് ബ്ലൂ കളേർഡ് ലൈറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലം നോക്കാം. ഇഫ് ദ പ്രപ്പോസ്ഡ് എയർപോർട്ട് എലിവേഷൻ ഈസ് 400 മീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് റൺവേ ഈസ് 1260 മീറ്റർ, ദെൻ ദ കറക്ഷൻ ഫോർ എലിവേഷൻ ആസ് പെർ സ്റ്റാൻഡേർഡ് ഈസ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് തന്നെയാണ്. അതായത് നമ്മൾ പഠിച്ചത് എന്താണ്? ഓരോ 300 മീറ്റർ എലിവേഷനിലും 7% ഓഫ് ബേസിക് റൺവേ ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 400 മീറ്റർ ആണ്. 400 മീറ്ററിനാണെങ്കിൽ 7/300 ഇൻറ്റു 400% റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 7/300 ഡിവൈഡ് ബൈ 400% ഓഫ് വാട്ട്? റൺവേ ലെങ്ത് ആണ്. അത് എത്രയാണ്? 1260 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷൻ എത്രയാണെന്ന് കിട്ടും. പെർസെൻറ്റേജ് മാറ്റാനാണ് നമ്മളിവിടെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ലെങ്ത് എത്ര കിട്ടും? 1378 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരു യൂസബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേമാണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദ യൂസ് ഓഫ് റൺവേ സിസ്റ്റം ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ഓഫ് ആൻ HSV ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്. ഓക്കെ, ഒരു HSV ക്രോസ് വിൻഡ് കമ്പോണൻ്റ് ഉണ്ട് അവിടെ. ഓക്കെ, അത് കാരണം ആ ഒരു എയർപോർട്ടിലെ റൺവേയുടെ യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എത്ര സമയം വരെ നമുക്ക് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കാം? ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈമിനാണ് നമ്മൾ യൂസബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ദ യൂസ് ഓഫ് റൺവേ സിസ്റ്റം ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ഓഫ് ആൻ HSV ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്. നമ്മൾ ഈ യൂസബിലിറ്റി ഫാക്ടർ അല്ലാണ്ട് നമ്മൾ വേറെ 2-3 ഇതേപോലെ ടൈം റിലേറ്റഡ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു അതെന്ന് പറയുന്നത്? അതായത് നമ്മുടെ വിൻഡ് കവറേജും കാം പീരീഡും. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. വിൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോഴ്സ് വിൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ ലിമിറ്റിനകത്താവുന്ന പെർസെൻറ്റേജ് ടൈം ഇൻ എ ഇയർ. അതിനാണ് നമ്മൾ വിൻഡ് കവറേജ് എന്ന് പറഞ്ഞത്. കാം പീരീഡ് എന്ന് പറഞ്ഞാലോ നമ്മുടെ വിൻഡ് വെലോസിറ്റി <6.4 km/h പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ എയർപോർട്ട് എലിവേഷൻ ഈസ് ദ റെഡ്യൂസ്ഡ് ലെവൽ എബൌട്ട് മീൻ സീ ലെവൽ ഓഫ്. അതായത് എയർപോർട്ട് എലിവേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലെവൽ എബൌട്ട് മീൻ സീ ലെവൽ ഓഫ് വാട്ട്? എന്താണ്? ഹയസ്റ്റ് പോയിന്റ് ഓഫ് ലാൻഡിങ് ഏരിയ. ലാൻഡിങ് ഏരിയയുടെ ഹയസ്റ്റ് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ മെറ്റീരിയോളജിക്കൽ സർവേ ഫോർ സെലക്ടിങ് ദ സൈറ്റ് ഫോർ ആൻ എയർപോർട്ട് ടു ഡിറ്റർമിൻ. ഓക്കെ, എന്തൊക്കെ നമ്മുടെ സർവേ എടുക്കാം? എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ മെറ്റീരിയോളജിക്കൽ സർവേ എടുക്കാം. അത് എന്തിനാണ് ആ സർവേ എടുക്കുന്നത്? എന്ത് കണ്ടുപിടിക്കാനാണെന്ന് വെച്ചാൽ ഡയറക്ഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ് ഒന്ന്. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആൻഡ്
ഫോഗ്, ടെമ്പറേച്ചർ ആൻഡ് ബാരോമെട്രിക് പ്രഷർ. അപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിക്കുക. അതായത് വിൻഡ്, പിന്നെ റെയിൻഫോള്, ടെമ്പറേച്ചർ, പ്രഷർ, ഇത് ഇത്രയും കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക മെറ്റീരിയോളജിക്കൽ സർവേ നമ്മളവിടെ എടുക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ICAO ദ റെക്കമെൻഡഡ് ലെങ്ത് ഓഫ് എയർപോർട്ട് ഈസ് ഡിസൈഡഡ് ഓൺ എവിടെയാണ് സീ ലെവൽ എലിവേഷൻ, സ്റ്റാൻഡേർഡ് സീ ലെവൽ ടെമ്പറേച്ചർ, എഫക്റ്റീവ് ഗ്രേഡിയൻ പെർസെൻറ്റേജ്. ഓക്കെ, ദെൻ ഇവിടെ ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ പ്രൊപ്പോസ്ഡ് സൈറ്റ് ഓഫ് ആൻ എയർപോർട്ട് ഈസ് 2500 മീറ്റർ എബോവ് മീൻ സീ ലെവൽ. If the recommended length of ICA for the runway of sea level is 2500 meter, the required length of the runway. അപ്പോൾ ഇവിടെ എന്താണ് മീൻ സീ ലെവലിൽ നിന്നും എത്രയാണ് 2500 മീറ്റർ മുകളിലാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ 300 മീറ്റർ റൈസിനും 7% ഇൻക്രീസ് ചെയ്യാം. 2500 മീറ്റർ ആകുമ്പോൾ 7/300 into 2500% ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പെർസെൻറ്റേജ് മാറ്റാൻ ഡിവൈഡ് ബൈ 100 കൊടുക്കുക. ഇൻറ്റു ബേസിക് റൺവേ ലെങ്ത് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 2500 തന്നെയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് വേണം കറക്ഷൻ കിട്ടും. കറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ലെങ്ത് ഓഫ് റൺവേ അണ്ടർ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1800 മീറ്റർ. ഇഫ് ദ ആക്ച്വൽ റെഡ്യൂസ് ലെവൽ ഓഫ് ദ സൈറ്റ് എന്ന് പറഞ്ഞാൽ 1200 മീറ്റർ ആണെങ്കിൽ ഡിസൈൻ ലെങ്ത് ഓഫ് റൺവേ എന്ന് പറയുന്നത് 7% എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു ഓരോ 300. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാനറിയാം. ഇനി ദ റൺവേ ഓറിയൻറ്റേഷൻ ഇസ് മെയ്ഡ് സോ ദാറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എഗെയിൻസ്റ്റ് വിൻഡ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് നല്ലത്. ഹെഡ് വിൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എലോങ് ദ റൺവേ ആണ്. ഓക്കെ, ഹെഡ് വിൻഡ് കമ്പോണൻ്റ് ഈസ് ദ വിൻഡ് എലോങ് റൺവേ. ഇനി ടു മേക്ക് സേഫ് ലാൻഡിങ് എ പൈലറ്റ് മേക്ക് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് റിഗാർഡിങ് എന്തിനെയൊക്കെ പറ്റി ആ ഒരു പൈലറ്റ് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെ പ്രീവിയസ് പല എക്സാംസിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൻ്റെ ബേസിൽ ഇട്ടേക്കുന്ന അലൈൻമെൻറ്റ്, ഡിസ്റ്റൻസ് ഓഫ് എയർക്രാഫ്റ്റ് ഫ്രം എൻഡ് ഓഫ് റൺവേ, എ ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എബോവ് റൺവേ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ പഠിക്കാനായിട്ട് ഉള്ള ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ.